ഒരു പാവ സ്ത്രീ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ പോയ ഒരു സ്ത്രീയെ കൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവൻ ആരെല്ലാം കൊന്നേനെ. ഇവൻ രാത്രി മുതലേ കാത്തിരിക്കുകയാണ് ഈ സ്ത്രീ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. കൊലപാതകം നടത്തുകയും അതിനുശേഷം ഈ കമ്മൽ പറിച്ചെടുക്കുകയും അതിനുശേഷം ഇവൻ നടന്നു പോകുന്ന ഒരു CCTV നിന്നാണ് മറ്റേ പോലീസ് ഇത് പ്രതിയെ ഐഡന്റിഫൈ ചെയ്തു. ചേട്ടാ, പോത്തൻകോട് തങ്കമണി എന്ന വയോധിക അതിക്രൂരമായി കൊല്ലപ്പെട്ടു. പ്രതിയായ തൗഫീഖ് എന്നയാൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. രാവിലെ പൂ പറിക്കാൻ വേണ്ടിയിട്ട്, അതായത് ക്ഷേത്ര ആരാധന, ക്ഷേത്രവിശ്വാസമൊക്കെ കുറച്ച് കൂടുതലുള്ള ആളാണ്. നമ്മൾ ഈ മനസ്സിലാക്കിയെടുത്തോളം തങ്കമണി എന്ന് പറയുന്ന ആൾ അങ്ങനെയാണ്. അവർ പൂ പറിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവൻ കയറി പിടിക്കുകയായിരുന്നു. ഇവനെതിരെ നേരത്തെ ഒരു പോക്സോ കേസുണ്ട് 2017 276/2017 പോക്സോയാണ്. അപ്പോൾ ഇവൻ സ്ഥിരം ക്രിമിനലാണ്. അങ്ങനെ ഒരുത്തനാണ് ഈ ഒരു ക്രൈം ചെയ്തത് എന്നാണ് നിലവിൽ പോലീസ് കരുതുന്നത്. തൗഫീഖ് എന്നാണ് അവൻ്റെ പേര്. ഇവനെ എങ്ങനെ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ CCTV ദൃശ്യം പുറത്തു വന്നു. ഇവൻ ഷർട്ട് ഇടാതെയാണ് ഈ ക്രൈമിന് വേണ്ടിയിട്ട് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയത്. ഇവരുടെ കമ്മൽ ഇവൻ പറിച്ചെടുത്തിട്ടുണ്ട്. കമ്മലെന്ന് പറഞ്ഞാൽ ഒരു അരപ്പവനോളം വരും. ആ അരപ്പവനുള്ള കമ്മലുണ്ട്. പിന്നെ ഒരു മാലയുണ്ട്. അത് പക്ഷേ റോൾഡ് ഗോൾഡാണ്. അതിവനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇവന് നന്നായിട്ട് അറിയാമായിരുന്നു അത് റോൾഡ് ഗോൾഡാണ് എന്നുള്ളത്. അതായത് ഗോൾഡ് കവറിങ് ആഭരണം ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി പ്രതിക്കുണ്ടായിരുന്നു. ഒരു കള്ളന് മാത്രമേ അത്തരത്തിലുള്ള ഒരു നിറവ്യത്യാസം വരുമല്ലോ. അതായത് ഈ കഴുത്തിൽ കിടക്കുമ്പോഴാണെങ്കിലും ചെവിയിൽ കിടക്കുമ്പോഴാണെങ്കിലും ഈ ഗോൾഡ് കവറിങ് ആയിട്ടുള്ള ആഭരണത്തിൻ്റെ നിറം മാറും. അപ്പോൾ അത് വെച്ചിട്ട് അവനത് മനസ്സിലാക്കിയിട്ടായിരിക്കണം. കമ്മൽ മാത്രം, സ്വർണ്ണമായിട്ടുള്ള കമ്മൽ മാത്രം അവ എടുത്തുകൊണ്ട് പോയി. ഈ മോഷണത്തിന് വേണ്ടി നടന്നിരിക്കുന്ന, റോബറിക്ക് വേണ്ടി നടന്നിരിക്കുന്ന ക്രൈം എന്നാണ് പോലീസ് നിലവിൽ നമ്മളോട് പറയുന്നത്. പിന്നെ ഇവരുടെ ഉടുത്തിരുന്ന കയ്യിൽ, അതായത് കള്ളിമുണ്ട്, ഇത് ഇവൻ അഴിച്ച് ഇവരുടെ ദേഹത്തൂടെ പുതപ്പിച്ചിട്ടുണ്ട്. റേപ്പിൻ്റെ സാഹചര്യമോ ഒന്നും നമ്മളിപ്പോൾ നിലവിൽ പോലീസ് പറയുന്നില്ല. അതിന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പറയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ നമുക്ക് ഈ സ്ത്രീയുടെ പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിലവിൽ അങ്ങനൊരു കാര്യം പറയുന്നില്ല. ഇവനെപ്പോലുള്ള കുറേ അക്രമികൾ ഈ പോത്തൻകോട് ഭാഗത്തുണ്ട്. പോത്തൻകോട് എന്ന് പറയുന്നത് ഒരു കുറേ ക്രിമിനൽസിൻ്റെ, അതായത് ട്രിവാൻഡ്രം സിറ്റിയിൽ വരികയും ക്രൈം നടത്തുകയും പിന്നെ നേരെ പോത്തൻകോട് പോലുള്ള സ്ഥലങ്ങളിൽ പോയി മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് അക്രമി സംഘത്തിൻ്റെ ഒരു ഏരിയയാണ് പോത്തൻകോട്. ഒരുപാട് ഗുണ്ടാ സംഘങ്ങളുണ്ട് അവിടെ. അതായത് ഇവരിവിടെ സിറ്റിയിൽ വരും, അവർ ക്രൈം ചെയ്യും, നേരെ തിരിച്ച് ഇത് ട്രിവാൻഡ്രം ജില്ല എന്ന് പറയുന്നത്, ട്രിവാൻഡ്രം പോലീസ് ജില്ല എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ട്രിവാൻഡ്രം സിറ്റി ഉണ്ട്, ട്രിവാൻഡ്രം റൂറലും ഉണ്ട്. ഈ റൂറലിൽ ഉൾപ്പെടുന്ന ഏരിയ ആണ് പോത്തൻകോട്. ഇവരിവിടെ വന്ന് ക്രൈം ചെയ്യും, നേരെ തിരിച്ച് അവിടേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ തങ്കമണി എന്ന് പറയുന്ന സ്ത്രീ, 65 വയസ്സുള്ള സ്ത്രീ, ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ദീർഘകാലമായിട്ട് അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ബന്ധുക്കളും ഒരു ജ്യേഷ്ഠത്തിയുണ്ട്, അവരുമായിട്ട് മാത്രമാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. അവർ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്നാണ് നമ്മുടെ ഈ റിപ്പോർട്ട്, പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. അപ്പോൾ ഒരനക്കവും കേട്ടില്ല, ഒരു ശബ്ദമോ ഒന്നും തൊട്ടടുത്ത് താമസിക്കുന്നവർ പോലും കേട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കഴുത്ത് മുറുകി കഴിഞ്ഞാൽ പിന്നെ സൗണ്ടൊക്കെ വരിക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കഴുത്ത് മുറുക എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു കഴുത്തിൽ ഈ ഉടുത്തിരുന്ന മുണ്ട് എടുത്ത് മുറുക്കി കാണും. അങ്ങനെയാണെങ്കിൽ സൗണ്ട് പിന്നെ കേൾക്കില്ല, ഭയങ്കര പാടാണ്. അത് ചെറിയൊരു മൂളലോ അങ്ങനൊരു ശബ്ദം മാത്രമേ വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അല്ലാണ്ടൊരു കൊലപാതകമാണെങ്കിൽ, അതായത് കത്തി കുത്തിയോ അല്ലെങ്കിൽ വെട്ടിയോ ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ ശബ്ദം വരും, ഭയങ്കരമായ ശബ്ദം വരും. തീ കൊളുത്തിയുള്ള കൊലപാതകമാണെങ്കിലും അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം വരും. ഈ പ്രാണരക്ഷാർത്ഥം, ഈ പ്രാണരക്ഷ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആൾ ഓടും, ഇറങ്ങി ഓടിക്കളയും. കത്തി കുത്തിയാലും തീ കൊളുത്തിയാലും ബാക്കി എന്ത് തരത്തിലുള്ള കൊലപാതകമാണെങ്കിലും, ഇനിയിപ്പോൾ വിഷം കൊടുത്താലും ബഹളം ഉണ്ടാക്കി ഇറങ്ങി ഓടിക്കളയും, മരണപ്രാളത്തിൽ അതുണ്ടാവും. പക്ഷേ ഇതാവുമ്പോഴത്തേക്ക് ഈ പിന്നെ കഴുത്തിൽ മുറുകുമ്പോൾ അതിന് ചെറിയൊരു ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ.
ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞായിരുന്നു, കേഴമാൻ ഇങ്ങനെയാണ്. കേഴമാൻ്റെ ഒരു പ്രത്യേകത, കേഴമാന് വെടിയേൽക്കുകയോ അല്ലെങ്കിൽ അതിനെ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഈ കഴുത്ത് ഞെരിക്കതുപോലൊരു ശബ്ദം കേഴമാൻ ഉണ്ടാക്കും. വളരെ എന്താ പറയുക, ആ ശബ്ദം പോലും കേഴമാനായിട്ട് പോലും അത് എന്താ പറയുക ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും, മനുഷ്യൻ്റെ ഇരട്ടി ഉണ്ടാവും ശബ്ദം. അതുപോലെ ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഉണ്ട് ആ ശബ്ദത്തിന്. ആ സാധനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവൻ നന്നായിട്ട് ക്രൈം ചെയ്യാൻ പഠിച്ചവനാണ് ഈ തൗഫീഖ്. ഒരു കൊലപാതകം ചെയ്യാൻ നന്നായി പഠിച്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തുകയും അതിനുശേഷം ഈ കമ്മൽ പറിച്ചെടുക്കുകയും അതിനുശേഷം ഇവൻ നടന്നു പോകുന്ന ഒരു CCTV നിന്നാണ് മറ്റേ പോലീസ് ഇത് കണ്ടുപിടിച്ച് പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് ഡ്രസ്സില്ലാതെ ഷർട്ടില്ലാതെ നടന്നു പോയി. അപ്പോഴാണ് പോലീസ് ഇവനെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുന്നത്. നേരത്തെ ഒരു പോക്സോ കേസ് ഇവനെതിരെ ഉണ്ട്. പിന്നെ ഒരു പോക്സോ കേസിൽ ഓൾറെഡി ഇവൻ നേരത്തെ ഒരു ആൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു ആരോപണം, അത് കേസ് തീർന്ന കേസാണ്. ഇവൻ സ്ഥിരമായിട്ട് കേസിലെ പ്രതിയാണ്. ഇവനെ പോലുള്ളവരെ പുറത്ത് വിടരുത്. ഇവനെ പോലുള്ള ഈ ഒരു പാവ സ്ത്രീ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ പോയ ഒരു സ്ത്രീയെ കൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഇവനെ ആരെല്ലാം കൊന്നേനെ. ഇവൻ രാത്രി മുതലേ കാത്തിരിക്കുകയാണ് ഈ സ്ത്രീ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ഇവർക്ക് വെളുപ്പിന് പുറത്തിറങ്ങുന്ന ഒരു ശീലമുണ്ട്. അവർ പൂ പറിക്കാൻ വേണ്ടിയിട്ട് വെളുപ്പിന് പുറത്തിറങ്ങും. അതിവനറിയാം, അടുത്തുള്ള ആളാണ്, തൊട്ടടുത്തുള്ള ആളാണ്. ഇവരിങ്ങനെ കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു, എന്നിട്ടാണ് കൊന്നത്. നമ്മുടെ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ ഈ രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ പുലർച്ചെ ആളനക്കം ഇല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല. സേഫ് അല്ല നമ്മുടെ നാട്. നമ്മുടെ നാട് ഒട്ടും സുരക്ഷിതം ഉള്ള ഒരു സ്ഥലമല്ല. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഭയങ്കരമായിട്ട് കേരളം എന്ന് പറയുന്നത് ഭയങ്കര നമ്പർ 1 ആണ്, അതാണ് ഇതാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ രാത്രിയിൽ ഇറങ്ങാൻ പാടില്ല. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലമുണ്ട്, MG കോളേജിൻ്റെ അവിടെ അങ്ങേ അറ്റം വരെ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ലൈറ്റ് ഇല്ല രാത്രിയിൽ. ഞാൻ കാണാറുണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത്. അവിടെ ആണെങ്കിൽ അപ്പുറം ഇപ്പുറം എവിടെ ഒരു എന്താ പറയുക ഒരു വീടോ ഒന്നുമില്ല. ഇപ്പുറത്താണെങ്കിൽ MG കോളേജിൻ്റെ കോമ്പൗണ്ടാണ്, അപ്പുറത്താണെങ്കിൽ ഒരു സെമിനാരിയാണ്, കാട് പിടിച്ചെടുക്കുന്ന ഏരിയയാണ്. അവിടെ സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകുന്ന കാണുമ്പോൾ ഒരു ലൈറ്റ് പോലും, ഒറ്റ ലൈറ്റ് പോലും ഇല്ല. അപ്പം ഞാൻ തന്നെ പലതവണ ഇവിടുത്തെ കൗൺസിലറെ വിളിച്ചിട്ട് ഞാൻ പരാതി പറഞ്ഞു, അത്യാവശ്യമായിട്ട് നിങ്ങളിവിടെ ലൈറ്റ് ഇടാൻ പറഞ്ഞു. അർജൻറ്റായിട്ട് ഇവിടെ ഇട്ടേ പറ്റൂ. കാര്യം ഒരു ഓട്ടോ പോലും കിട്ടാനില്ല. അവിടെ എത്രയോ സ്ത്രീകൾ രാത്രിയിൽ. നമ്മുടെ നാട് ഒട്ടും സേഫാണെന്ന് ഞാൻ പറയില്ല. നമ്മുടെ നാട് സേഫ് അല്ല. ഇങ്ങനെ കുറേ ഈ തൗഫീഖിനെ പോലെ കുറേ അമ്മമാരിങ്ങനെ കാത്തിരിക്കുകയാണ് സ്ത്രീകളെ ആക്രമിക്കാനും. ഒരു ലേശം സ്വർണത്തിൻ്റെയൊക്കെ വില അറിയാമല്ലോ. ഇപ്പം നിലവിൽ ഏതാണ്ട് 60,000 കൊണ്ടാണെന്ന് തോന്നുന്നല്ലേ. ഞാനിത് ഇടാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. 60,000 കൊണ്ടാണ് ഇതിൻ്റെ പവൻ്റെ വില. ഒരിത്തിരി കിട്ടിയാൽ മതി ജീവിക്കാൻ യവന്മാർക്ക്. ഒരു നേരത്തെ ലഹരി മരുന്ന് പോലുള്ള ആവശ്യങ്ങളുണ്ടാകും ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക്. അതെ. അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് പണം കണ്ടെത്താനുള്ള മാർഗമാണ് ഈ സ്നാച്ചിങ് പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും കടന്ന് ഇപ്പോൾ പോലീസിൻ്റെ ഇടപെടൽ ആ കാര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നഗരങ്ങളിൽ പോയി മാല പൊട്ടിക്കുന്ന സംഘങ്ങളിപ്പോൾ അധികം കാണാറില്ല, അങ്ങനെ കേൾക്കാറില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൈമിലേക്ക് തിരിയുന്നത്. അതാകുമ്പോൾ ആരും അറിയില്ല എന്നുള്ള. അല്ല, ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ദ ടൈം, ഇപ്പോൾ ഒരു സ്പോട്ടാണെന്ന് വെച്ചോ, ഇതിപ്പോൾ ഒരു ടൈമാണ്, ഇപ്പോൾ അവർക്ക് പൈസ കിട്ടിയില്ല എന്ന് വെച്ചോ, അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഈ ടൈമിൽ അവർക്ക് പൈസ കിട്ടാത്തൊരു അവസ്ഥയാണ് എങ്കിൽ അവരെന്ത് ചെയ്യും? മൈൻഡിലൊരു അഗ്രഷൻ ഉണ്ടാവും. ആ അഗ്രഷനാണ് ഇവിടെ പല ക്രൈമിലേക്കും നയിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവൻ ആ സമയത്ത് പൈസ വേണമായിരുന്നു, പെട്ടെന്ന് ക്യാഷ് വേണമായിരുന്നു. ക്യാഷിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. നിസ്സാര പൈസക്കാണ്. അല്ലല്ല, ഇത് ലഹരിയുടെ ഒരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അവൻ്റെ നാളെ എന്താവും എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒട്ടും സേഫ് അല്ല, നിങ്ങൾ ഒട്ടും സുരക്ഷിതരല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ ചിന്താഗതി ഭയങ്കര അഗ്രസീവാണ്. ഇവന്മാർ എന്ത് ചെയ്യുമാർ. ഞാൻ പണ്ടൊരു റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ചെറിയൊരു ഒരു കൈ കിടക്കുന്ന ഒരു മോതിരത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ കഴുത്തിൽ ബീർ കുപ്പി പൊട്ടിച്ച് കയറ്റി, ചത്തുപോയി, അവർ മരിച്ചുപോയി. ചെറിയൊരു മോതിരം, എത്രയുള്ളൊരു മോതിരം, ആ മോതിരത്തിന് വേണ്ടിയിട്ട് അവൻ ബീർ കുപ്പി കഴുത്തിൽ അടിച്ചു പൊട്ടിച്ച് കഴുത്തിൽ കയറ്റി കളഞ്ഞു.
അതായത് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു പ്രത്യേകത ഇതാണ്, അവരെന്ത് ചെയ്യും, എന്ത് വേണേലും കാണിക്കും. ഈ തൗഫീക്കും അങ്ങനെ ഒരുത്തനാണ്. നാളത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാവില്ല, ഒരു ബോധ്യം ഉണ്ടാവില്ല. അവന്മാർക്ക് അറിയില്ല, യുവമാരെ പോലുള്ളവന്മാർക്ക് യാതൊരു ധാരണയുമില്ല. ഈ തൗഫീക്കിനെ പോലുള്ള ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ ആക്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും. പൂ പറിക്കാൻ വേണ്ടിയിട്ട് 65 വയസ്സുള്ള ഒരു അമ്മ, 65 വയസ്സുണ്ട്, ആ സ്ത്രീ പൂ പറിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് പൂ പറിക്കാൻ വേണ്ടി പോയതാണ്. അതിനെ കൊന്നു കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എവൻ്റെയൊക്കെ മൈൻഡ് എന്താണെന്ന് ആലോചിച്ച് നോക്ക്. എമാരെ പോലെ ഒരുപാട് തൗഫീക്കുമാർ ഈ നാട്ടിലുണ്ട്. നമ്മുടെ സ്ത്രീകൾ കരുതിയിരിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. തൗഫീക്കുമാരെ കൊണ്ട് ഈ നാട്ടിൽ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. ഞാനിവിടെ ഒരുത്തൻ്റെ നേരത്തെ ഒരു വാർത്ത ചെയ്തായിരുന്നു, പിന്നെ അടൂര് അനുപമ എന്ന് പറഞ്ഞിട്ട്, അവൻ ഡ്രൈവറാണ്. അവൻ ആ സ്ത്രീയെ വണ്ടിക്കകത്ത് പിടിച്ച് വലിച്ച് വണ്ടിക്കകത്ത് കയറ്റി കൊണ്ട് ഇടിച്ചു കൊന്നു കളഞ്ഞു. അവനും മരിച്ചു, ആ സ്ത്രീയും മരിച്ചു, വണ്ടിയുടെ അടിയിൽ കൊണ്ട് കയറ്റി കളഞ്ഞു. ആ കഥ ഇനി ഒരു ദിവസം പറയാം. ഇങ്ങനെയുള്ള കുറേ അമ്മമാരുണ്ട്. ഇവന്മാരുടെ ഒരു മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ലഹരിയുടെ ഉന്മാദത്തിൽ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ലഹരിക്ക് വേണ്ടി പണം കണ്ടെത്താനുള്ള എളുപ്പമാർഗമായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങളെ കാണുന്നത്. അതെ അതെ അതെ, വലിയൊരു വിപത്ത് കൂടിയാണ്. എന്തായാലും പോത്തൻകോട് നടന്ന സംഭവം അതിദാരുണമാണ്. പൂപറിക്കാൻ വീടിന് പുറത്തിറങ്ങിയ വയോധികയെ കൊലപ്പെടുത്തി. ആ കേസിലെ പ്രതി തൗഫീഖ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും.